വന്യജീവി ആക്രമണം നേരിടുന്നതിന് വേണ്ടിയുള്ള സജീവമായ ശ്രമങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഉന്നതതല യോഗം ഒക്കെ ചേരുകയാണ്. അതിനിടയ്ക്ക് ഒരു വാർത്ത കൂടി വരുന്നു. മലപ്പുറം തേൾപ്പാറയിൽ നിന്നാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായിരിക്കുന്നു. തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടിപ്പെട്ടത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ശല്യം രൂക്ഷമായതോടെയാണ് വനം വകുപ്പ് കരടിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചത്. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകാനായി ഉള്ളത്. സ്വാലി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഈ കരടിയെ കൊണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. വനം വകുപ്പ് ഈ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കൂട് സ്ഥാപിക്കുന്നത്. എപ്പോഴാണ് കരടി കൂട്ടിൽ ആകുന്നത്? ജനവാസ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള അതിക്രമം അത്ര വ്യാപകമായതോടുകൂടിയാണല്ലോ ഈ നടപടി ഉണ്ടാകുന്നത്. അന്ന, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കരടി ഈ കൂട്ടിലേക്ക് കയറുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഈ ക്ഷേത്ര അധികൃതർ തന്നെയാണ് ഇക്കാര്യം വനം വകുപ്പിനെ അറിയിച്ചത്. വനം വകുപ്പ് ഇത് നിരീക്ഷിച്ച് വരികയായിരുന്നു. 2 ദിവസമായി കൂട് സ്ഥാപിച്ചിട്ട് തേൾപ്പാറ ജനവാസ മേഖലയിൽ വലിയ തോതിൽ ശല്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ തേൻ കർഷകർക്ക് വ്യാപകമായി ഉള്ള സ്ഥലമാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ വലിയ ഭീതിയിലായിരുന്നു ഈ കരടിയുടെ ഒരു സാന്നിധ്യം കൊണ്ട്. ഇതേ തുടർന്നാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നത്. വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കരടിയെ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകും. അന്ന, എന്താണ് സ്വാലി തുടർ നടപടികൾ? കാരണം ജനങ്ങൾ സ്വാഭാവികമായും ആശങ്കയിലാകും, അവർക്ക് ആ പേടി ഉണ്ടാകും, അത് അവർ അറിയിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വനം വകുപ്പ് ഈ മേഖല കേന്ദ്രീകരിച്ച് കാര്യമായി ഈ വിധത്തിലുള്ള വന്യജീവി ആക്രമണം സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ളതാണോ? തീർച്ചയായും കാട്ടാനയുടെയൊക്കെ സ്ഥിരമായി സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ്. നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. ഇത് ഉൾവനത്തിൽ വിടും എന്നാണ്, ഉൾവനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് വനം വകുപ്പ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയോടെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക്, നെടുങ്കയത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന.